ഹലോ അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് നേന്ത്രപ്പഴവും അതേപോലെ തന്നെ സേമിയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ഈ പഴംപൊരിയും അതേപോലെ തന്നെ പായസം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പുഡിങ് കഴിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതൊരു പുഡിംഗ് മാതിരി സെറ്റ് ചെയ്യണേ നമുക്ക് അതിനൊരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അവിടെ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ കോൺഫ്ലോർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ അളവ് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് പാലെടുക്കുക. ഇപ്പോൾ കോൺഫ്ലോർ ആണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളതിൽ ഏലക്കാപ്പൊടിയോ പകരം വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവറും കൂടെ കൊടുക്കുകയാണെങ്കിൽ വേറൊരു ഫ്ലേവർ കിട്ടും നമുക്കിത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്കാവുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമുണ്ടാവുക ഈ കസ്റ്റാർഡ് ഫ്ലേവറിലുള്ള ഐറ്റംസ് കഴിക്കുന്നതായിരിക്കും. മിക്ക കുട്ടികൾക്ക് ഇത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുള്ളവർ എന്തായാലും അങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ അതേ ഞാനിത് ഒട്ടും കട്ടയില്ലാതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു സോസ് പാനിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് സേമിയ ഒന്ന് ചേർക്കുന്നുണ്ട്. വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാൻ നോക്കുക. നമുക്ക് 1-2 മിനിറ്റ് അത്രയും മതി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ സേമിയ വെച്ച് പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാത്രത്തിനകത്തോട്ട് തന്നെ ഒരു കുഞ്ഞു നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വലിയ പഴമാണെങ്കിൽ പകുതി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ഇതിങ്ങനെ നമ്മൾ വഴറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പാലിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പാലൊഴിക്കുന്നുണ്ട്. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നേരത്തെ കുറച്ച് കസ്റ്റാർഡ് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നാലും കുറച്ച് പാൽ അവിടെ വേറെ മാറ്റി വെക്കണം. കാരണം ഒരുപാട് കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കാം. ഞാൻ അവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് സേമിയ ചേർത്ത് കൊടുക്കണം. ഒരുപാട് തിളക്കാൻ കാത്തു നിൽക്കണ്ട. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ തീയൊന്ന് കുറച്ച് വെക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കാരണം ആ പഴം ഒന്ന് നന്നായിട്ട് പാലിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കാൻ നോക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അതുപോലെ തന്നെ തീ കൂട്ടുകയും ചെയ്യരുത്. അപ്പോൾ അതേ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒരു 1/4 കപ്പൊക്കെ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ മാറ്റി വെക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ കസ്റ്റാർഡിൻ്റെ പച്ചക്കുത്തലുണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കും. ഞാൻ അവിടെ ഏകദേശം ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതൊരു പായസം പോലെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചിട്ട് കുടിക്കാം. അങ്ങനെയും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പായസം മാതിരി കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലാതെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പുഡിംഗ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അതായിരിക്കും ഇഷ്ടമാവുക. അപ്പോൾ അതേ ഇതിവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ആ കസ്റ്റാർഡൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് ഇതേപോലെ കട്ടിയായാൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ മതി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറണതിന് മുമ്പായിട്ട് നമുക്കിതൊരു പുഡിംഗ് ട്രേയിലോ എന്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇതുപോലത്തെ ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ
എന്തെങ്കിലും ഒരു ബൗൾ ഉണ്ടെങ്കിൽ അതിൽ നെയ്യ് തടവിയതിന് ശേഷം അതിനകത്തോട്ട് ഒഴിച്ച് വെച്ചാൽ മതി. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരുടെയും ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടൂല. അപ്പോൾ അത് ഇനി ഞാനിത് ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് ചെറിയ ബൗൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നിറയെ നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 3-4 മണിക്കൂർ വെക്കുക. കാരണം അത് നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് വലിയ മെനക്കെടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിനകത്തുനിന്ന് മാത്രമല്ല കേട്ടോ, ബൗളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമുക്ക് ബൗളിനകത്തുള്ളതും എടുക്കാം. ഈ ജസ്റ്റ് ബൗളിലുള്ളത് ജസ്റ്റ് ഇതേപോലെ കൈവച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് വിട്ട് വരും. എന്നിട്ടൊന്ന് കമഴ്ത്തി ഇട്ടാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പുഡിങ്ങോ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.